ഞാൻ പറയുന്ന കഥകളൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് കുറേ പേര് പറഞ്ഞു കേട്ടോ. അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും കഥ പറയാൻ വേണ്ടിയിട്ട് വന്നത്. ഇഷ്ടമായില്ലെങ്കിലും അതങ്ങോട്ട് പറഞ്ഞേക്കുക കമൻറ്റിൽ. അപ്പോൾ ഞാനതങ്ങ് നിർത്തിക്കോളാം. അപ്പം എൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഇന്നത്തെ കാര്യം, ഹനുമാൻ സ്വാമിക്ക് എന്തുകൊണ്ടാണ് കുങ്കുമാർച്ചന കൂടുതൽ ഇഷ്ടപ്പെടുന്നത്? അല്ലെങ്കിൽ നമ്മൾ കുങ്കുമം കൊടുക്കും അല്ലേ? ഹനുമാൻ സ്വാമിയുടെ അമ്പലത്തിൽ കുങ്കുമം കൊടുക്കും. വെറ്റിലമാല കൊടുക്കണ പോലെ തന്നെ സ്പെഷ്യലായിട്ട് കൊടുക്കുന്നതാണ് കുങ്കുമം. അപ്പോൾ വെറ്റിലമാലയുടെ സ്റ്റോറി ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് കേട്ടിട്ടില്ലാത്തവരും അറിയാത്തവരും ഒന്ന് പോയി കണ്ടായിരുന്നെങ്കിൽ നന്നായിരുന്നു കേട്ടോ. അപ്പം ഈ കുങ്കുമം നമ്മൾ കൊടുക്കുമ്പോൾ ഒന്നില്ലെങ്കിൽ തിരുമേനി അതും ഇങ്ങനെ തലയുടെ മുകളിൽ കൂടെ അങ്ങിടും. അല്ലെങ്കിൽ വേറെ തിരുമേനികളാണെങ്കിൽ ഇത് ഇതിലും എണ്ണയിൽ കുഴച്ചിട്ട് ദേഹത്ത് മുഴുവൻ തേച്ച് വയ്ക്കും. അപ്പോൾ കണ്ടിട്ടുണ്ടോ അങ്ങനെ? അപ്പോൾ ഇതെന്താ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഹനുമാൻ സ്വാമി ഒരു ദിവസം സീതാദേവിനെ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കും. അപ്പോൾ സീതാദേവി എന്ത് ചെയ്തു എന്ന് പറഞ്ഞാൽ കുങ്കുമം എടുത്തിട്ട് നമ്മുടെ സീമന്തരേഖയിൽ വരയ്ക്കുകയാണ്. ഇങ്ങനെ ഇടുവാണ് കേട്ടോ, ഇങ്ങനെ അങ്ങ് ഇടുക. അപ്പോൾ ഹനുമാൻ സ്വാമി ചോദിച്ചു, എന്തിനാ ഇങ്ങനെ ദേവി കുങ്കുമം ഇടണേ എന്ന് ചോദിക്കും. അപ്പം സീതാദേവി പറയും, അത് എൻ്റെ ഹസ്ബൻഡിൻ്റെ എന്ന് പറഞ്ഞാൽ എൻ്റെ ഭർത്താവിൻ്റെ ദീർഘായുസിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ കുങ്കുമം ഇടണേന്ന് പറയും. അപ്പോൾ ഹനുമാൻ സ്വാമിയുടെ ഏറ്റവും വലിയ അഡിക്ഷനും ഏറ്റവും വലിയ ഇഷ്ടമുള്ള ആളും ശ്രീരാമസ്വാമിയാണ്. അപ്പം അങ്ങനെ എല്ലാവരും ഇട്ടാലും അങ്ങനെയൊക്കെ വരുമോ എന്നൊക്കെ ചോദിക്കും കേട്ടോ. അപ്പം സീതാദേവി പറയാം, ഇത് ഭർത്താവിന് വേണ്ടി ഇടുന്നതാണ്, എൻ്റെ ഭർത്താവ് ശ്രീരാമസ്വാമിക്ക് ദീർഘായുസ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഇങ്ങനെ ഇടണേന്ന് പറയും. അപ്പോഴത്തേക്കും ഹനുമാൻ സ്വാമി ഓടിപ്പോയി ഒരു കുങ്കുമത്തിൻ്റെ ഒരു പാത്രം അവിടെ ഇരുന്ന് വെച്ചു അത് ഫുള്ള് എടുത്തിട്ട് മേഘത്തോട്ട് അങ്ങ് ഇടുവാണ്. എന്നിട്ട് മേല് മുഴുവൻ ഇങ്ങനെ പുരട്ടുക. എന്നിട്ട് ഈ ഒരു വേഷത്തിൽ തന്നെ ശ്രീരാമസ്വാമിയുടെ മുമ്പിൽ ഭയങ്കര നിഷ്കളങ്കനാണ് ഹനുമാൻ സ്വാമി, ഭയങ്കര നിഷ്കളങ്കനാണ്. അത്രയും നല്ലൊരു ശുദ്ധ മനസ്സുള്ള ഒരു വ്യക്തിനെ ഇനി ഈ കാലത്ത് കാണാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. അപ്പം എങ്ങനെ സദസ്സിലായിട്ട് കയറി വരും. അപ്പോൾ എല്ലാവരും ചിരിക്കുമ്പോൾ ശ്രീരാമസ്വാമി മാത്രം ഇത് കണ്ടിട്ട് ചിരിക്കണമെന്നില്ല, കാരണം ശ്രീരാമസ്വാമിക്ക് കാര്യം പിടികിട്ടി കാണും. അപ്പോൾ ശ്രീരാമസ്വാമി ചോദിക്കുകയാണ്, എന്തുകൊണ്ടാണ് നീ ഇങ്ങനെ ചെയ്തതെന്ന് എല്ലാവരോടും പറഞ്ഞു കൊടുക്കുക എന്ന് പറയും. അപ്പോൾ ഇത്തിരി കുങ്കുമം ഇടുമ്പോൾ തന്നെ എൻ്റെ ഭർത്താവിന് ദീർഘായുസ് കിട്ടുമെന്നാണ് സീതാദേവി പറയുന്നത്. അപ്പോൾ എൻ്റെ ദേഹം മുഴുവൻ കുങ്കുമം ഇടുമ്പോഴത്തേക്കും അത്രമേം കൂടെ ആയുസ് ഉണ്ടാവും, അപ്പോൾ ചിരഞ്ജീവിയായിട്ട് അങ്ങ് ഇവിടെ ഉണ്ടാവും. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ എൻ്റെ ഫുൾ ബോഡി കുങ്കുമം ഇട്ടതെന്ന് പറയും. അപ്പോൾ ചൊവ്വാഴ്ച ദിവസങ്ങളിൽ കുങ്കുമം കൊണ്ടുള്ള വഴിപാടുകൾ ഏതമ്പലത്തിൽ എങ്ങനെയാണ് വഴിപാടുകൾ ഉണ്ടാവുക എന്ന് എനിക്കറിയില്ല. അപ്പോൾ കുങ്കുമാർച്ചന, കുങ്കുമം അല്ലെങ്കിൽ നേദിക്കുക, അല്ലെങ്കിൽ കുങ്കുമം നേദിക്കുക എന്നല്ലല്ലോ എന്ന് പറയുന്നത്, കുങ്കുമം ഗീവ് ചെയ്യുക, കുങ്കുമം കൊടുക്കുക, അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴത്തേക്കും ഹനുമാൻ സ്വാമി ഭയങ്കര ഹാപ്പിയാണ്. പിന്നെ നോർത്ത് ഇന്ത്യയിട്ടൊക്കെ എല്ലാ ഹനുമാൻ സ്വാമിയുടെ അമ്പലത്തിലും ഹനുമാൻ സ്വാമിയുടെ രൂപത്തിൻ്റെ കളർ തന്നെ റെഡ് കളറായിരിക്കും. കുങ്കുമത്തിൻ്റെ ഒരു നാച്ചുറൽ കളർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു ചുമപ്പ് അല്ലെങ്കിൽ ഓറഞ്ച് പോലത്തെ ഒരു കളറായിരിക്കും. ആ കളറായിരിക്കും ഹനുമാൻ സ്വാമിയുടെ ഈ വിഗ്രഹങ്ങൾക്കൊക്കെ. അതെന്താണെന്ന് പറഞ്ഞാൽ ഇവർ ഈ കുങ്കുമം ഫുൾ ബോഡിയിൽ തേച്ച് വെക്കണതാണ്. കണ്ടിട്ടുണ്ടാവും അല്ലേ, എല്ലാവരും കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഇതിങ്ങനെ എണ്ണയും കൂടെ കുഴച്ചിട്ടാണ് ഇങ്ങനെ തേക്കണേ, മേത്ത് ശരിക്കും പറ്റി പിടിച്ചിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എൻ്റെ ഈ കഥ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടമായില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും നിങ്ങൾക്ക് വ്യക്തിപരമായോ അല്ലെങ്കിൽ എന്തെങ്കിലും ആയിട്ട് പറയാനുണ്ടെങ്കിൽ കമൻ്റ് ആയിട്ട് ചെയ്യുക. ഓക്കെ, ശരി.